ഇ.പി. ജയരാജന്റെ ആത്മകഥ വിവാദത്തിൽ ഡി.സി. ബുക്സ് പ്രസിദ്ധീകരണ വിഭാഗം മുൻ മേധാവി എ.വി. ശ്രീകുമാർ മാത്രമാണ് പ്രതി എന്ന രീതിയിൽ കുറ്റപത്രം തയ്യാറാക്കുന്നു. കേസിൽ മറ്റു പ്രതികളില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും തത്സമയം ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. മറ്റാരും പ്രതികളല്ല എന്ന് പോലീസ് കണ്ടെത്തിയെന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? SKN ഗുഡ് മോർണിംഗ്. അതായത് ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തു വന്ന ഇ.പി. ജയരാജന്റെ ആത്മകഥയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾക്ക് പിന്നാലെ ഇ.പി. ജയരാജൻ പരാതി നൽകിയ അദ്ദേഹത്തിന്റെ പ്രധാന പരാതി എന്നത് ഈ വിഷയത്തിൽ തന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിക്കുന്നതിലേക്ക് അടക്കം നീക്കം നടന്നത്. എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടില്ല. ഇതടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പരാതി ഉന്നയിക്കുകയും അതിൽ ഗൂഢാലോചന ആരോപിക്കുകയും ചെയ്തു. അതിന്മേലാണ് അന്വേഷണത്തിലേക്ക് പോലീസ് പോയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിലേക്ക് പോയത്. ഇപ്പോൾ പക്ഷേ പോലീസ് ഏക പ്രതിയിലേക്ക് ചുരുക്കി കുറ്റപത്രത്തിലേക്ക് പോകുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പബ്ലിക്കേഷൻ വിഭാഗം മുൻ മേധാവി എ.വി. ശ്രീകുമാർ മാത്രമാണ് ഏക പ്രതി. ഏക പ്രതിയിലേക്ക് ചുരുങ്ങുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തേക്ക് ചോരുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള പങ്കും നേരത്തെ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കുകയും മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതിൽ പക്ഷേ മറ്റ് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം പോയിട്ടില്ല, അല്ലെങ്കിൽ അത്തരം വിശദാംശങ്ങളില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വൈകാതെ തന്നെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യും. അത് വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്തതാണ്. അതിന്മേൽ പക്ഷേ മറ്റ് ഔദ്യോഗികമായ കരാറുകൾ ഒന്നും തന്നെ സൈൻ ചെയ്യപ്പെട്ടിരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. പക്ഷേ അങ്ങനെയുള്ള പല ആശയവിനിമയങ്ങളും ചർച്ചകളും വിശദാംശങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതുമാണ്. ഇപ്പോൾ പക്ഷേ ഇതിൽ ഏക പ്രതിയെ ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രത്തിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ്. ഓക്കെ, താങ്ക് യു സജോ ദേവസ്യ.